ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഗോസസ് ലോ, ഫോർ മാഗ്നറ്റിസം, ആംബിയർ സർക്യൂട്ടർ ലോ, ഫാരഡേസ് ലോ. രണ്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് ടോപ്പിക്സ് കംപ്ലീറ്റ് ആയാൽ ഞാനിതിൻ്റെ ഒരു PDF, ഞാൻ എഴുതിയ നോട്ടിൻ്റെ ഒരു PDF കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നു. സോ അതിൻ്റെ മുന്നേ തന്നെ എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നിങ്ങൾ ആൾറെഡി +2 പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്. ഈ ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. സോ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ്, ദെൻ വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസേഷൻ, ദെൻ സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി, അവർ തമ്മിലുള്ള റിലേഷൻസ്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ് H. So here, what is mean by magnetizing field H? So magnetizing field H simply ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ ഫീൽഡ്. സോ ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വിച്ച് എ മെറ്റീരിയൽ ഈസ് കെപ്റ്റ് ഫോർ മാഗ്നറ്റൈസേഷൻ. സോ എക്സാമ്പിൾ ഇവിടെ ഒരു സോളിനോയിഡ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ആക്സിസിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു അയൺ റോഡ് വയ്ക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. സോ ഇതിൻ്റെ ആക്സിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ ഫീൽഡ്. മാഗ്നറ്റൈസേഷൻ ഫീൽഡ്. സോ അത്രേ ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നുള്ളൂ. ഇറ്റ് ഈസ് ദി magnetic field in which a material is kept for magnetization. ഇതിൽ വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓർ എബിലിറ്റി ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എബിലിറ്റി ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ. സോ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓർ എബിലിറ്റി ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ. സോ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. സോ സിംപിളി it is the magnetic field used to magnetize a material. Now solenoid കേസിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് along the axis is H equal to Ni. അതെന്ന് പറയുന്നത് സോളിനോയിഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസേഷൻ. സോ നമ്മൾ ആൾറെഡി പറഞ്ഞു വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ്. സോ ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് യൂസ്ഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ, സിംപ്ലി പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് ടോപ്പിക് വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസേഷൻ. സോ മാഗ്നറ്റൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഡെവലപ്ഡ് ഇൻസൈഡ് എ മെറ്റീരിയൽ. സോ നമ്മൾ ഒരു So this is a solenoid. അതിൻ്റെ ഉള്ളിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, നൗ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു അയൺ റോഡ് വയ്ക്കുകയാണെങ്കിൽ, സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു അയൺ റോഡ് വയ്ക്കുകയാണെങ്കിൽ ഈ അയൺ റോഡ് എന്ത് ചെയ്യും? Magnetize. So magnetize means it is defined as magnetic moment per unit volume developed inside a material. So magnetization is defined as magnetic moment per unit volume developed inside a material. So ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. മാഗ്നറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്? മാഗ്നറ്റിക് മൊമെൻറ്റ്
magnetic moment or magnetic dipole moment. Magnetic moment or magnetic dipole moment. ഈ ടോപ്പിക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസിൻ്റെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ സിംപ്ലി ഡെഫിനിഷൻ മാത്രം പഠിക്കുക. വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസേഷൻ? Magnetization is defined as magnetic moment per unit volume developed in a material. So that is magnetization. Magnetization is proportional to applied magnetizing field. Magnetizing field. സോ മാഗ്നറ്റൈസേഷൻ, ഈ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് എം പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച്. Therefore magnetization M is equal to chi h. M equal to chi h. മാഗ്നറ്റൈസേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ പെർ മീറ്റർ. ആംബിയർ പെർ മീറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ പെർ മീറ്റർ. അതുപോലെ കൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ കൈനെ നമ്മൾ പറയുന്നതിനാണ് കൈ എന്നല്ല, സൈ ഓർ കൈ എന്ന് പറയാറുണ്ട്. സോ സൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ സൈ ഈസ് കാൾഡ് ആസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. So magnetization is defined as magnetic moment per unit volume developed in a മെറ്റീരിയൽ. നമ്മളൊരു മെറ്റീരിയലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അത് മാഗ്നറ്റൈസ് ചെയ്യും. സോ മാഗ്നറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. സോ മാഗ്നറ്റൈസേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് മാഗ്നറ്റൈസേഷൻ ഫീൽഡ് എച്ച്. Therefore M equal to chi h, psi h, where psi is called as magnetic susceptibility. Unit എന്ന് പറയുന്നത് ആംബിയർ പെർ മീറ്റർ. Now next topic, what is mean by magnetic susceptibility psi? So it is the property of a material in which how easily a material can be magnetized. സോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അത് മാഗ്നറ്റൈസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രൂപത്തിലായിരിക്കും. സോ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാവുന്ന എബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സസെപ്റ്റിബിലിറ്റി. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഇൻ വിച്ച് ഹൗ ഈസിലി എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. സോ ഫോർ എക്സാമ്പിൾ അയേണ്, കൊബാൾട്ട്, നിക്കലിനെയൊക്കെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യും. അതേസമയം സൾഫർ പോലത്തെ മെറ്റീരിയൽസിനെ വെക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല? പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഇൻ വിച്ച് ഹൗ ഈസിലി എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്. സോ വി ഹാവ് മാഗ്നറ്റൈസേഷൻ എം ഈക്വൽ ടു സൈ എച്ച്. നേരത്തെ എഴുതിയ റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് സൈ ഈക്വൽ ടു എം ബൈ എച്ച്. സോ ദിസ് ഇക്വേഷൻ psi equal to m by h. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡിന് വിത്ത് റെസ്പെക്ട് ടു എത്ര മാഗ്നറ്റൈസ് ചെയ്തു. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി മാഗ്നറ്റൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. സോ ദാറ്റ്സ് അബൌട്ട് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക് വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് H. What is mean by magnetization? Then what is susceptibility? Now next topic, what is mean by magnetic induction B? Magnetic induction B.
നമ്മൾ ആൾറെഡി പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഒന്നിക്ക് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് ഉപയോഗിക്കാം. സോ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കൺവെൻഷനലി നമ്മൾ രണ്ട് ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയ ബി എന്ന ലെറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് എന്ന് ഉപയോഗിക്കാം. നൗ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ആൾറെഡി എഴുതിയ ഇക്വേഷനാണ്. ഇറ്റ് ഈസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. സോ വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ആൻ ഏരിയ, ദാറ്റ് ഈസ് കാൾഡ് ആസ് മാഗ്നറ്റിക് ഫ്ലക്സ്. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് പെർ ഏരിയ ഈസ് കാൾഡ് ആസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ബി ഈക്വൽ ടു 5/A. യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല. ഓക്കെ. Now next topic, important topic ആണ്. What is the relation between magnetic flux density or magnetic induction and magnetizing field H? സോ ഇവിടെ നമ്മളൊരു സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിൻ്റെ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളൊരു അയൺ റോഡ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്കെന്ന് പറയാം മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് എന്ന് പറയും. മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച് എന്ന് പറയും. നൗ ഈ മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ അയൺ റോഡ് എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. അയൺ റോഡ് മാഗ്നറ്റൈസ് ചെയ്യും. നൗ ഈ അയൺ റോഡിൻ്റെ ഈ അയൺ റോഡിൻ്റെ ഉള്ളിൽ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. ദെർഫോർ ടോട്ടൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻസൈഡ് ദി മെറ്റീരിയൽ സോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ അയൺ റോഡ് ഈസ് ഡ്യൂ ടു രണ്ട് ഫാക്ടറുകളാണ് ഉണ്ടാവുക. ഈ അയൺ റോഡിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടേംസ് കൊണ്ടാണ്. ഒന്ന്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് it is due to the internal magnetization. So first, therefore ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡ്യൂ ടു മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ചും പിന്നെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ മൂലവും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ. ഡ്യൂ ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് magnetization field H develop ചെയ്യുന്ന magnetic induction or magnetic flux density B0 equal to mu0 H. So this is equation number 1. അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻസൈഡ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത് B0 ഈക്വൽ ടു mu0 H. ഇക്വേഷൻ നമ്പർ 1. സിമിലർലി സെക്കൻഡ് വൺ, നമ്മൾ ഈ മെറ്റീരിയലിനെ
മാഗ്നറ്റിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഇത് മാഗ്നറ്റൈസ് ചെയ്യും. സോ ഇതൊരു ഈ അയൺ റോഡ് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റായിട്ട് മാറും. സോ അങ്ങനെ അയൺ റോഡ് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അത് ഇൻറ്റേർണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ് സെക്കൻഡ് വൺ. സോ സെക്കൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ produced due to the magnetization of material itself is B due to material. Magnetic flux density അല്ലെങ്കിൽ magnetic induction due to material is Bm equal to mu 0 m. So it is proportional to magnetization. So magnetic flux density or magnetic induction due to magnetization of the material is Bm equal to mu 0 m. That is equation number 2. Therefore, total magnetic induction B equal to B0 plus Bm. Substitute ചെയ്യാണെങ്കിൽ B equal to mu 0 H plus mu 0 M or B equal to mu 0 into H plus M. So this is the total magnetic flux density or magnetic induction inside a material when it is placed in a magnetic field. So the total magnetic flux density or magnetic induction B equal to mu 0 into H plus M. H എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ്, M എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ ഓഫ് മെറ്റീരിയൽ, mu 0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. mu 0 equal to 4 pi into 10 raised to minus 7 യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി പെർ മീറ്റർ. Permeability, magnetic permeability or permeability of free space. Permeability of free space. Then ഇനി നമ്മൾ സസെപ്റ്റിബിലിറ്റിയും പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് എഴുതുന്നത്. സോ വി ഹാവ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, we have magnetic susceptibility psi equal to m by h, or magnetization m equal to psi h. So this is equation number 2. Now we have the total magnetic flux density or magnetic induction inside a material is B equal to mu 0 into H plus M. So this is equation number 3. So comparing 2 and 3, we get B equal to mu 0 into H plus psi h. So h ne outside എടുക്കുകയാണെങ്കിൽ we have B equal to mu 0 into 1 plus psi into h, or B equal to mu h. Where ഈ ബ്രാക്കറ്റിലെ ടേം 1 plus psiക്ക് പകരമാണ് നമ്മൾ mu എന്ന് എടുത്തിട്ടുള്ളത്. mu equal to, so this is equation number 4, mu equal to 1 plus psi, called as absolute permeability of free space. So absolute permeability. So this is a relation. We have psi equal to m by h, susceptibility psi equal to magnetization by magnetizing field. So magnetization equal to psi h. We have total magnetic field
magnetic flux density or magnetic induction inside a material is mu 0 into h plus m. So mന് പകരം നമ്മൾ psi h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we have b equal to mu 0 into h plus psi h. So b equal to mu 0 into ഈ എച്ചിനെ നമ്മൾ ഔട്ട് സൈഡ് ചെയ്യും. സോ mu 0 into 1 plus psi into h. ഈ h ഔട്ട് സൈഡ് പോകുമ്പോൾ ഇവിടെ ഒരു 1 വരും. സോ 1 plus psi into h. ഈ 1 plus psi mu 0 into 1 plus psi. mu 0 into 1 plus psi. This one. ഇവിടെ എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. mu 0 into 1 plus psiക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ടേമാണ് mu. So that is called as absolute permeability. So absolute permeability mu equal to 1 plus psi into mu 0. 1 plus psi into mu 0. Now we have total magnetic flux density or magnetic induction inside a material is mu 0 into h plus m. Now in free space means if no material is placed in the magnetic field, in the magnetizing field, then m equal to magnetization m equal to 0. Since no material, there is no magnetization. Material ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല, magnetization ഉണ്ടാവില്ല. അങ്ങനെ m equal to 0. We have magnetic induction or magnetic flux density equal to mu 0 h. So this is a relation between magnetic flux density and magnetizing field in free space, B equal to mu 0 h. If a material is placed in the magnetic field, we have the relation B equal to mu 0 into h plus m. Now next topic, what is mean by absolute permeability? Permeability and relative permeability. Relative permeability. So relative permeability mu r, absolute permeability mu. So next topic and last topic of this session. So we have total magnetic flux density or magnetic induction inside a material is B equal to mu 0 into h plus m, or B equal to mu 0 into 1 plus psi into h, where m equal to psi h, or B equal to mu h. Therefore absolute permeability mu equal to B by h, mu equal to B by h. So absolute permeability is defined as, it is a measure of how much magnetic lines are penetrating through a material, penetrating through a material. So നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിലൂടെ എത്ര മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് പെർമിയബിലിറ്റി. സോ mu equal to B by h. mu equal to B by h നെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി. Relative permeability, simply it is the ratio mu r equal to ratio of absolute permeability by permeability of free space. So mu r equal to
It is the ratio of absolute permeability by permeability of free space. So that's about relative permeability. Then last topic, relation between relative permeability and psi. So we have absolute permeability mu equal to mu 0 into 1 plus psi. So we have the equation B equal to mu 0 into h plus m equal to psi h. So B equal to mu 0 into 1 plus psi into h. So this mu 0 into 1 plus psi ne parayunna perana mu. So we have mu equal to mu 0 into 1 plus psi. Then we have mu by mu 0 equal to 1 plus psi, and that is equal to relative permeability mu r. Relative permeability mu r. So in നമ്മൾ പറഞ്ഞ topics, what is mean by magnetization field, what is mean by, so first topic, what is mean by magnetizing field. So it is the magnetic field in which a magnetic material is placed, for magnetization. So മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ ഫീൽഡ് എച്ച്. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് കാൾഡ് ആസ് മാഗ്നറ്റൈസേഷൻ and m equal to psi h. Next topic, what is mean by magnetic susceptibility, how easily a material can be magnetized. So psi equal to this ratio m by h. Then we have magnetic induction B or flux density B equal to phi by A. And in the case of we have a relation between B and H. For a relation between B and H, if a material is placed in a magnetic field H, we have B equal to total magnetic flux density inside a material is B equal to mu 0 into H plus m, or B equal to mu 0 into 1 plus psi into H, or B equal to mu H. So ഇത്രയും ടോപ്പിക്സാണ് നമ്മളിന്ന് പറഞ്ഞ്. സോ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ PDF കോപ്പി ഞാൻ പിന്നെ അയക്കണം.